ഇത്തവണ ഇലക്ഷനൊക്കെ വരികയാണല്ലോ, അപ്പോൾ ഇന്ന് നാട്ടിലൊക്കെ പോണ്ടേ? ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 8-9 വർഷത്തിൽ കൂടുതലായി. 8-9 വർഷത്തിൽ കൂടുതലായി. ഞാൻ ഏതാണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനം 9 വർഷമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലുണ്ട്. ഇതുവരേക്കും ഒരു നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത്തവണ നാട്ടിൽ പോകുമോ? ഞാൻ ഇലക്ഷനും പോയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി. സംഭവം വീട്ടിൽ പോവാത്തതിനും വീട്ടിലെന്നല്ല ദൂരസ്ഥലങ്ങളിൽ പോലും ഞാൻ അങ്ങനെ അധികം വളരെ ശ്രദ്ധിച്ചൊക്കെ ഞാൻ പോകാറുള്ളൂ. വളരെ ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മരണവും കൂടി എൻ്റെ അമ്മ കാണണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. എന്നെ ഒരുപക്ഷെ ദുരൂഹ സാഹചര്യത്തിൽ നമ്മൾ കൊല്ലപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരിക്കാൻ പേടിയൊന്നുമില്ല. മറ്റ് ചതിവിലൂടെ മറ്റോ കൊല്ലപ്പെടുന്നതിനേക്കാളും നമ്മളൊരു പ്രശ്നത്തിന് ആയിട്ട് വന്നു, നമ്മുടെ കൂടപ്പുറപ്പിന് ഒരു ഭരണസംബന്ധമായ ഒരു അനീതിയിലൂടെ അവൻ കൊല്ലപ്പെട്ടു. ഭരണസംബന്ധമായ ഒരു അഴിമതിയിലൂടെ എൻ്റെ കൂടപ്പുറപ്പ് കൊല്ലപ്പെട്ടു. അപ്പോൾ അവൻ്റെ നീതിക്ക് വേണ്ടി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ കിടക്കുന്നത്. നോക്കണം, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പക്കലിരിക്കുന്ന ഈ ഒരു ബോർഡ്, ഇത് തൻ്റെ അനിയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ബോർഡ് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയ സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, പലരും ഇന്ന് പറയുന്ന കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ചില വ്യക്തികൾ പറയാറുണ്ട്. പക്ഷേ ഇത് നോക്കണം, ഇത് 2018 ശ്രീജിത്ത് ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ അനിയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ കോപ്പിയാണിത്. ഈ സംഭവം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ പലരും ചോദിക്കും, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ രംഗത്തില്ലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നും അദ്ദേഹം പൊതുപ്രവർത്തന രംഗങ്ങളിലെല്ലാം വളരെ സജീവമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് 2018 ഒരു പേപ്പർ, ഈ മരണവുമായി ബന്ധപ്പെട്ട പേപ്പർ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞതെന്നുള്ളതാണ് വ്യക്തമാകുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന രീതികളെല്ലാം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇത് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം മോദിജിക്ക് കൊടുത്ത ഒരു ലെറ്ററാണ്. ഈ ഒരു സംഭവം രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം മോദിജിക്ക് കൊടുത്ത ഒരു ലെറ്ററാണ്. ഇതുകൊണ്ട് ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂർ അദ്ദേഹം ഇവർ രാഷ്ട്രീയ എല്ലാവരും ഇടപെട്ടാണ്. ഇത് രമേശ് ചെന്നിത്തല, ഇത് VM സുധീരൻ, ഇത് നമ്മുടെ പല ടോവിനോ തോമസ്, ഇവരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. ഇത് BBC റിപ്പോർട്ടാണ്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഗൂഗിളിൽ അതിലൊന്ന് കുറേ സംഭവങ്ങൾ ശേഖരിച്ചു. രണ്ടാമത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ വീണ്ടും ആരും എഡിറ്റ് ചെയ്തിരിക്കും. ഗൂഗിളിൽ കയറ്റി ഈ സംഭവങ്ങൾ ഗൂഗിളിൽ ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ അതിന് ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നു. പല കാര്യങ്ങളിലും ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവാത്ത രീതിയിലൊക്കെ ആരൊക്കെ വീണ്ടും എഡിറ്റ് ചെയ്തിരിക്കും. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനം നടന്ന സംഭവം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആ സമയത്ത് കുറച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് 2016 മെയ് മാസം 17 ഡേറ്റ് 2016 മെയ് മാസം 17 ഗവൺമെൻറ്റിൽ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2016 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഗവർണർ ഓർഡർ ഇടുന്നു. പക്ഷേ ആ ഓർഡറിനെ പോലീസിലെ അന്ന് DGP ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ പോലീസിലെ ആഭ്യന്തര വകുപ്പിലെ ഈ നടന്ന സംഭവത്തിൽ ഭരണസംബന്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇടും. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു, ഞാൻ ഇങ്ങനെ വന്നു എന്നല്ല, എനിക്ക് ഭരണസംബന്ധമായ കാര്യങ്ങൾ നിയമവശങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ അറിവില്ലായ്മയെ ഇവർ മനസ്സിലാക്കി. എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, നാട്ടും പുറത്ത് ഞാൻ എന്തെങ്കിലും സാധാ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനാണ്. അപ്പോൾ ഒരു പ്രശ്നം നടന്ന് അതിൻ്റെ പുറകിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് മനസ്സിലായി, വലിയ കാര്യം ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇവരെല്ലാം കൂടി ചേർന്ന് നമ്മളെപ്പറ്റി ഈ ഓർഡറിനെ ഗവർണറൊക്കെ ഇട്ട ഓർഡറിനെ ഈ പോലീസിലെയും ആഭ്യന്തര വകുപ്പിലെ ഏതാനും മറ്റുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഓർഡറൊക്കെ ഇവന്മാർ അട്ടിമറിച്ചു. പിന്നെ ഇത് അട്ടിമറിക്കുന്ന 2014 ഇത് ഇവരുടെ ഭരണത്തിന്. ഇപ്പം നമ്മൾ അതിൽ രാഷ്ട്രീയക്കാരെയൊക്കെ വലിച്ചിഴക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഞാൻ പിന്നെ പ്രതിഷേധിക്കുന്ന സമയത്ത് കേസ് മൊത്തം അട്ടിമറിക്കപ്പെടുകയും ഈ കേസിലെ പ്രതികൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് നമ്മളിവിടെ നിന്ന് പ്രതികരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 2018
19 ഇത് മൊത്തം ഇവർ അട്ടിമറിച്ചോളും. ഈ സംഭവം മൊത്തം അട്ടിമറിച്ച് ഒരു അന്വേഷണം പറഞ്ഞിട്ട് അന്വേഷണം നടത്താതെ ഇവന്മാർ അട്ടിമറിച്ചോളും. ഈ സംഭവം മൊത്തം അട്ടിമറിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട നിയമ നടപടികൾക്ക് വിധേയരാക്കേണ്ടവർക്ക് ഇവർ പ്രൊമോഷൻ കൊടുക്കും. അപ്പോൾ ഈ കേസിലെ പ്രതികൾ മാത്രമല്ല, നിരവധി കേസിലെ പ്രതികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. കാരണം ഇവിടെ ഞാനിവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ സമരം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ഈ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവും. ലക്ഷക്കണക്കിന് പൊതുജനങ്ങൾ ഇടപെട്ട ഒരു കേസാണ് ഇവന്മാർ അട്ടിമറിച്ച് മുക്കിക്കളഞ്ഞു. കേസ് മൊത്തം മുക്കി. ഇത് മൊത്തം മുങ്ങിപ്പോകാൻ കാരണം കോവിഡ് ഈ 2 വർഷം ഉണ്ടല്ലോ, 2019 മുതൽ 2021 ഏതാണ്ട് 2 വർഷത്തെ കോവിഡ് ഈ ഒരു സംഭവം പല ആളുകൾ ഇടപെട്ട ഒരു സംഭവം പൊതുജന ശ്രദ്ധയിൽ നിന്ന് ഇമാരും അകറ്റിക്കളഞ്ഞു. അപ്പം നമ്മൾ പിന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രതിഷേധമായിട്ട് എൻ്റെ കൂടപ്പുറപ്പിനോട് കാണിച്ച അതിനെതിരെ വരുന്ന നമ്മളോട്, എൻ്റെ കുടുംബത്തോട്, അതുപോലെ തന്നെ ഇവർ പൊതുസമൂഹത്തോടൊക്കെ കാണിക്കുന്ന ഒരു അനീതിക്കെതിരെ അവൻ്റെ നീതിക്ക് വേണ്ടി ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നു. 8-9 വർഷമായിട്ട് കിടക്കുന്നു. ഈ വിഷയത്തിൽ നീതിയൊക്കെ നടപ്പിലാവും. ഈ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും നമ്മൾ സുപ്രീം കോടതിയെ ബോധിപ്പിക്കുക, അതിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. ഇവന്മാരെ ഞാൻ കാര്യം ഇപ്പം നമ്മൾ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ആളുകളെ അവിടെ പോയി ഇവനെ കസ്റ്റഡിയിലെടുത്തു അങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ല. ഈ ഗവൺമെൻറ്റുമായി ഈ കോടതിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഈ ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഭരണത്തിൻ്റെ ഒരു സ്ഥാപനമാണല്ലോ കോടതി, ആ കോടതിയിലേക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഒരു ക്രൈം നടന്നു, ഒരു കൊലപാതകം നടന്നു, അതിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവും പോലീസും അവർ ചേർന്ന് ക്രൈം ചെയ്യുന്നു, അവർ ചേർന്ന് കൊലപാതകം നടത്തുന്നു. ഇവർക്ക് ഒത്തുകളിക്കുന്ന രീതിയിലും കോടതിയെ വരെ പറ്റിക്കുന്ന രീതിയിൽ ഇവർ കാര്യങ്ങൾ എഴുതി മാറ്റുന്നു. ഏത് രീതിയിലാണ് എഴുതി മാറ്റുന്നത്? പിന്നെ ഒരു സംഭവം നശിപ്പിച്ച് പിന്നെ തുടർന്ന് ഒന്നിൻ്റെ അവസാനം വരെ ആ ലെവലിലായിരിക്കും പോകുന്നത്. സിസ്റ്റത്തിൻ്റെ ക്രമീകരണം മൊത്തം അങ്ങനെയാണ്. ഒരു കാര്യം ഇവന്മാർ ഏത് ലെവലിലാണ് എഴുതി മാറ്റുന്നത്, പിന്നെ തുടർന്ന് ആ കാര്യങ്ങളിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ നടന്ന സംഭവം അവരെന്താണോ ചെയ്തിരിക്കുന്നത് അതിനെ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ പോകണം, എങ്കിൽ കാര്യം നടക്കും. ഈ നടന്ന സംഭവം കോടതിയെ ബോധിപ്പിക്കുക, അതിൽ വേണ്ട നിയമപരമായ കാര്യങ്ങൾ. അതിപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾ ആയിരിക്കണം, ഇത്രയും ജനങ്ങൾ ഇടപെട്ടിട്ട് അട്ടിമറിക്കപ്പെടുകയും മുങ്ങിപ്പോവുക ഒരു സംഭവം, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാധ്യമങ്ങൾ എത്രയോ BBC ഉൾപ്പെടെയുള്ള നാഷണൽ മീഡിയ ഇടപെട്ട ഒരു സംഭവമാണ്. മാധ്യമങ്ങളോ വല്ലപ്പോഴും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇടപെടുകയാണെങ്കിൽ സംഭവം നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നടന്ന സംഭവത്തിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അങ്ങേയറ്റം വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നീതിയൊക്കെ നടപ്പില്ല. പിന്നെ ഇലക്ഷൻ്റെ കാര്യം, ഞാൻ കഴിഞ്ഞ ഇലക്ഷനും ഞാനാണെങ്കിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് 1-2 വട്ടമൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് എന്തെങ്കിലും അപേക്ഷ കൊടുക്കുക ഇതൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടല്ലോ 2021-ലോ 22-ലാണ് 2021-ലാണെന്ന് 2021 ആ ഇലക്ഷന് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ